ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു സുന്ദരമായ ഒരു കഥയുണ്ടല്ലോ. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ KP രാമനുണ്ണി എഴുതിയ അച്യുതമാമ എന്ന് പറയുന്ന ഒരു കഥ അല്ലേ. കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം, കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത, ബന്ധങ്ങൾ അകന്നു പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സമകാലിക പ്രസക്തി, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സമകാലിക പ്രസക്തിയുള്ള ചർച്ചാവിധേയമായ ചിന്തിക്കേണ്ട ഒരു പാഠഭാഗമാണ് KP രാമനുണ്ണിയുടെ അച്യുതമാമ എന്ന് പറയുന്ന കഥ. അറിയാലോ, ഈ ഒരു കഥ, ഇതിലെ ആശയമെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ആക്കി എടുക്കേണ്ടതുണ്ട്. ഈ ഒരു ക്ലാസ് കഴിയും എൻ്റെ മക്കളെ, നിങ്ങൾ ഈ പാഠഭാഗവും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് മുന്നേ, നമ്മൾ ഈ പാഠഭാഗം പഠിക്കുന്നതിന് മുന്നേ കുറച്ച് വരികൾ തരുന്നുണ്ട്. കാണാതെ പോകുന്ന കാഴ്ചകൾ, കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങൾ, പറയാതെ പോകുന്ന വാക്കുകൾ അല്ലേ. കാണാതെ പോകുന്ന കാഴ്ചകൾ, നമ്മൾ ചില ആൾക്കാരെ കാണാറില്ലല്ലേ. നമ്മുടെ മുമ്പിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമ്മൾ കാണൂല, നമ്മൾ മടിയന്മാരാ, നമ്മൾ അവരൊന്നും കാണൂല. കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങൾ, ഒരുപാട് ശബ്ദങ്ങളുണ്ട്, പക്ഷെ നമ്മളതൊന്നും കേൾക്കില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. പറയാതെ പോകുന്ന വാക്കുകൾ, നമുക്ക് ഒരുപാട് വാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ സാധിക്കും. സുഖാനോടാ, നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പക്ഷെ നമ്മൾ പറയില്ല. അപ്പോൾ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ വിഷമതകൾ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അച്യുതമാമ കഥാപാത്രമായി മാധവൻ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന, അച്യുതമാമയും മാധവനും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും വിശുദ്ധിയും എല്ലാം ആവിഷ്കരിക്കുന്ന, ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധത്തിൻ്റെ മൂല്യബോധങ്ങളും ബന്ധങ്ങളിലെ വിശ്വാസവും പവിത്രതയും എല്ലാം ചേർത്തിണക്കിക്കൊണ്ട് KP രാമനുണ്ണി എഴുതിയ മനോഹരമായ കഥയാണ് അച്യുതമാമ. അപ്പം നമുക്ക് ഈ ഒറ്റ ക്ലാസ്സിലൂടെ ഈ കഥയും ഇതിലെ പ്രധാന ചോദ്യങ്ങൾ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെടാ, ഇപ്പം നമ്മൾ പോകുന്നു കഥ ആദ്യ ഭാഗത്തിലേക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞു ആരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ, അച്യുതമാമയും മാധവനും അല്ലേ. അപ്പം മാധവൻ്റെ വീടാണ് തുടക്കം എന്ന് പറയുന്നത്. മാധവൻ്റെ വീട്ടിൽ അച്യുതമാമ കയറി വരികയാണ്. അവിടെ മുതലാണ് നമ്മുടെ കഥാഭാഗം തുടങ്ങുന്നത്. മാധവൻ എവിടെ താമസം? നഗരത്തിൽ, ടൗണിലാണ്. ആ ടൗണിലുള്ള മാധവനെ കാണാൻ ഗ്രാമത്തിൽ നിന്നും അച്യുതമാമ എത്തുന്നു. അവിടെ മുതലാണ് കഥയുടെ തുടക്കം. മാധവൻ പണിക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഞായറാഴ്ച തിങ്കളാഴ്ചയാണ്. അവിടെ മുതലാണ് കഥയുടെ തുടക്ക ഭാഗം ആരംഭിക്കുന്നത്. രാവിലെ കൃത്യം 7 മണിക്കാണ് അച്യുതമാമ പ്രത്യക്ഷപ്പെട്ടത് അല്ലേ. അച്യുതമാമ രാവിലെ കൃത്യം 7 മണിക്ക് മാധവൻ്റെ വീട്ടിലെത്തി. ബെല്ലടിച്ചു. എടോ മാധവാ അല്ലേ. കലാപമണി കുബേരൻ സിനിമയിൽ ദിലീപിനെ കാണാൻ വരുന്നില്ലേ, അപ്പം വിളിക്കുന്നില്ലേ, സതീർത്യോ സതീർത്യാ എന്ന് വിളിക്കുന്നില്ലേ. അതേപോലെ മാധവനെ ആര് വിളിക്കുകയാണ്? നമ്മുടെ അച്യുതമാമ. മാധവാ മാധവ എന്ന് വിളിച്ചു. ഇപ്പം രാവിലെ കൃത്യം 7 മണിക്കാണ് അച്യുതമാമ പ്രത്യക്ഷപ്പെട്ടത് മാധവൻ്റെ നഗരത്തിലുള്ള വീട്ടിൽ. അതും തിങ്കളാഴ്ച രാവിലെ. നമുക്ക് തിങ്കളാഴ്ച ഹറിബറിയാണ്. ഞായറാഴ്ചയൊക്കെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച എവിടെ പോകണം? പണിക്ക് പോകണം. സങ്കടമാണല്ലേ, തിങ്കളാഴ്ച പണിക്ക് പോകണം. എന്ത് ചൊറയാ, പണിക്ക് പോയാൽ ജീവിക്കാൻ പറ്റൂ. ഇപ്പം തിങ്കളാഴ്ച പണിക്ക് പോകണം, ജോലിക്ക് പോകണം, ഓഫീസിൽ പോകേണ്ട തിരക്കിലാണ് ആര്? മാധവൻ. ഇപ്പം തിങ്കളാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് മാധവൻ്റെ വീട്ടിൽ ആരെത്തി? അച്യുതമാമ എത്തി. അതും തിങ്കളാഴ്ച രാവിലെ. തിരക്കിൻ്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിൻ്റെ തന്മാത്രകളുമായി കെട്ടിമറിയുന്ന സമയം. ഇപ്പം തിരക്കിട്ടോടുന്ന സമൂഹത്തിൻ്റെ പ്രതീതിയാണ് മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇപ്പം രാവിലെ തിങ്കളാഴ്ച ഓഫീസിൽ പോകേണ്ട തകൃതത്തൈ തിരക്കിലാണ് ആര്? മാധവൻ. ഓഫീസിൽ പോകേണ്ട തിരക്കിലാണ് മാധവൻ. അപ്പോഴാണ് സതീർത്ഥ്യനായി ആര് കടന്നു വരുന്നത്? അമ്മാവൻ അച്യുതമാമ കടന്നു വരുന്നത് അല്ലേ. മാധവനെ കാണാൻ അച്യുതമാമ രാവിലെ എത്തുന്നു. പക്ഷേ മാധവൻ ഓഫീസിൽ പോകുന്ന തിരക്കിലായിരുന്നു. ഒരുപാട് ദിവസമായല്ലോ അച്യുതമാമയെ കണ്ടിട്ടെന്ന ആശ്ചര്യത്തിനിടയിലും എനിക്ക് തോന്നിയത് വികർഷണമായിരുന്നു അല്ലെ. ആകർഷിക്കാതെ മാറി നിൽക്കാനാണ് തോന്നിയത്. മാധവൻ പറയാണ്, ധാരാ അച്യുതമാമയാ, കുറേ ആയല്ലോ കണ്ടിട്ട്, എന്ത് ഈ വഴിക്കൊന്നും വരാത്തേ എന്ന് ചോദിക്കേണ്ടതിന് പകരം അച്യുതമാമയെ കണ്ടപ്പോൾ ഒന്ന് ആകർഷിക്കാതെ മാറി നിൽക്കാനാണ് ആര് ശ്രമിച്ചത്? മാധവൻ ശ്രമിച്ചത്. കാരണം മിണ്ടിയ അച്യുതമാമ സംസാരം നിർത്തൂല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്യുതമാമ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രതീകവും മാധവൻ ബന്ധങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്ന തിരക്കിട്ട സമൂഹത്തിലെ ഒരു പ്രതീകവുമാണ്. അപ്പം മാധവൻ തൻ്റെ അച്യുതമാമയെ, തൻ്റെ ബന്ധുവിനെ കണ്ടിട്ട് മാറി നിൽക്കാൻ തുടങ്ങുകയാണ്. സംസാരിക്കാൻ സമയമില്ല.
ബാല്യകാല സ്വപ്നങ്ങളുടെ അച്യുതണ്ടായിരുന്ന അച്യുതമാമയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഒരു കാര്യം പറഞ്ഞൊപ്പിക്കാൻ അതിൻ്റെ മുൻജന്മ സുഹൃത്തുക്കളിൽ നിന്ന് തുടങ്ങി പശ്ചാത്തല വർണ്ണന കഴിഞ്ഞ് രംഗമെല്ലാം കൊഴുക്കണം അല്ലേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരുപാട് സംസാരിക്കും അച്യുതമാമ സംസാരിച്ചാൽ നിർത്തേയില്ല. കാരണം മാധവന് എന്താ ഇല്ലാത്തത്? സമയമില്ല. മാധവന് പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല കുടുംബവും കുട്ടികളെല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? സമയമില്ല. തിരക്കിട്ട ജീവിതം. ഈ തിരക്കിട്ട ജീവിതത്തിൽ അച്യുതമാമയ്ക്ക് നൽകാൻ മാധവന് സമയമില്ല. അച്യുതമാമയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയും, സംസാരിക്കും. മാധവന് അതൊന്നും കേൾക്കും വേണ്ട. മാധവന് എന്തില്ല? സമയമില്ല. ഷേവിംഗ് മാത്രം നടത്തി കുളി ഒഴിവാക്കിയാൽ തന്നെ ഓഫീസുകാർ ഗേറ്റിനരികിൽ വന്ന് ഹോൺ മുഴക്കുമ്പോഴേക്കും ഒരുങ്ങാൻ കഴിയാറില്ല. അതായത് ഷേവിങ് മാത്രം ചെയ്ത് കുളി ഒഴിവാക്കിയാൽ മാത്രം മതി, എന്നാലും സമയം ഉണ്ടാവില്ല ഓഫീസിൽ പോകാൻ. അപ്പോഴേ കാർ വന്ന് നിൽക്കുന്ന പറയണേ. നിമിഷങ്ങളെ ഇങ്ങനെ അരിച്ചു പെറുക്കുന്ന പ്രഭാത രാശിയിൽ പ്രാതൽ സമയത്തിൽ നിന്ന് 2 മിനിറ്റ് കടമെടുക്കാമെന്ന് നിരൂപിച്ച് അച്യുതമാമയെ ഞാൻ ആശ്ലേഷിച്ചു. വീടിനകത്തേക്ക് സ്വീകരിച്ചു. പ്രഭാത ഭക്ഷണം. സമയമില്ല മാധവന് എവിടെ പോകണം? ഓഫീസിൽ പോകണം. ഒട്ടും സമയമില്ല. ഓഫീസിൽ ഇപ്പോൾ എന്തെല്ലാം വർക്ക് ചെയ്യാനുണ്ട് അല്ലേ? ഇപ്പം മാധവൻ ഒന്ന് ഷേവ് മാത്രം ചെയ്ത് കുളിക്കാതെ നിന്നു. കാരണം കുളിയുടെ സമയം കൊണ്ട് ലാഭിക്കാമല്ലോ. കാർ അവിടെ വരും, ഓഫീസിൽ പോകണ്ടേ. അപ്പം മാധവൻ വിചാരിച്ചു അച്യുതമാമയോട് സംസാരിക്കാം. സമയമില്ല, എന്നാലും പ്രാതൽ കഴിക്കാൻ ചായ കുടിക്കുന്ന 2 മിനിറ്റ് സംസാരിക്കാൻ വിചാരിച്ചു. അങ്ങനെ അച്യുതമാമയെ വീടിനകത്തേക്ക് വിളിച്ച് കയറ്റിയിരുത്തി. ശോഭയെ, അച്യുതമാമയ്ക്ക് ചായ കൊടുക്ക്. ആരാ ശോഭ? ഭാര്യയാണല്ലേ, മാധവൻ്റെ ഭാര്യ. മാധവൻ ഭാര്യയോട് പറഞ്ഞു, ശോഭയെ അച്യുതമാമയ്ക്ക് എന്ത് കൊടുക്കാൻ? ചായ കൊടുക്ക്. ആ പഴുതിൽ ഒരു ഫ്രഞ്ച് വാഷെങ്കിലും അടിക്കാമെന്നായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ. അതായത് വായൊക്കെ ഒന്ന് കഴുകായിരുന്നു കണക്കുകൂട്ടൽ. 9 മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിനുള്ളിൽ ഡാറ്റ ഓഫീസിലെത്തും മുമ്പ് ഞാൻ വിഴുങ്ങേണ്ടതുണ്ട്. അതായത് 9 മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിന് മുന്നേ അവിടെ എത്തണം. ആര്? നമ്മുടെ മാധവൻ. അതിനുള്ളിൽ ഒന്നും സമയമില്ല. ആരെയും കാണാനോ സംസാരിക്കാനോ മാധവന് സമയമില്ല. ചായ കുടിക്കാനുള്ള സാവകാശമൊന്നും കാണിക്കാതെ അച്യുതമാമ എൻ്റെ പിന്നാലെ ബെഡ്റൂമിലേക്ക് വന്നു. പക്ഷെ അച്യുതമാമ വിടുന്നില്ല. അച്യുതമാമ എല്ലാം വിടാതെ മാധവൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധവൻ എങ്ങോട്ടാണ് പോകുന്നത്? ബെഡ്റൂം പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ പോകുന്നു, ഷേവ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ അച്യുതമാമ പോകുന്നു. അച്യുതമാമയ്ക്ക് നഗരത്തിലെ തിരക്കേറിയ സ്വാർത്ഥത നിറഞ്ഞ കപടത നിറഞ്ഞ ആൾക്കാരുടെ സ്വഭാവമല്ല. ശുദ്ധനാണ്, ഗ്രാമീണനാണ്. അച്യുതമാമ തന്നെ അവഗണിക്കുന്ന മാധവൻ്റെ പിറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബെഡ്റൂമിലേക്കും വന്നു. കക്ഷത്തിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൊതി 2 കൈകൾ കൊണ്ടും മുറുകെ പിടിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അച്യുതമാമയുടെ കക്ഷത്തിൽ എന്തുണ്ട്? ഒരു പ്ലാസ്റ്റിക് പൊതിയുണ്ട്. അതിങ്ങനെ മുറുകെ പിടിച്ച് അച്യുതമാമ സംസാരിക്കുകയാണ്. മാധവ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് കേട്ടോ. അച്യുതമാമ പറഞ്ഞു, മാധവ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്യുതമാമയുടെ കക്ഷത്തിൽ എന്താ ഉള്ളത്? ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. അതിന് എന്തോ ഉണ്ടല്ലേ? എന്തോ ഉണ്ട്, ലാസ്റ്റ് പറയാം കേട്ടോ, നമുക്ക് ലാസ്റ്റ് അറിയാം. അപ്പം എന്താണ്? അച്യുതമാമ മാധവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അച്യുതമാമേ? മാധവൻ തിരികെ ചോദിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ല മാധവ, അതിന് കുറച്ച് സമയം, ഒരു 2 മണിക്കൂറെങ്കിലും വേണം. ഇപ്പം അച്യുതമാമ പറഞ്ഞു, മാധവ, അത് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് കുറച്ച് സമയം വേണം, ഒരു 2 മണിക്കൂറെങ്കിലും നീ എനിക്ക് തരണം, എന്നാൽ എനിക്ക് ആ കാര്യം സംസാരിക്കാൻ പറ്റൂ എന്നാര് പറഞ്ഞു? അച്യുതമാമ പറഞ്ഞു, 2 മണിക്കൂർ? ഹോ, അതായത് 120 മിനിറ്റോ? 2 മണിക്കൂർ നീ എനിക്ക് സംസാരിക്കാൻ തരണമെന്ന് ആര് പറഞ്ഞു? അച്യുതമാമ മാധവനോട് പറഞ്ഞു. അപ്പം മാധവൻ ഞെട്ടി ചോദിക്കുകയാണ്, ഹോ, 2 മണിക്കൂറോ 120 മിനിറ്റോ? എനിക്ക് പറ്റില്ല അച്യുതമാമ, ഐ ആം വെരി ബിസിയാ അല്ല, എൻ്റെ ലൈഫൊക്കെ ബിസിയാണ് അച്യുതമാമ, എനിക്ക് സമയമുള്ള സംസാരിക്കാൻ എന്ന് പറയുന്ന പോലെ മാധവൻ ഞെട്ടിപ്പോയി. 2 മണിക്കൂറൊക്കെ സംസാരിക്കാൻ വെച്ചാൽ അയാൾക്ക് ഓഫീസിൽ പോകണം, തിരക്കാണേ, ആരെയും കാണാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ല. നമ്മളെപ്പോലെ നമ്മളൊരു ഫോൺ കിട്ടി നമ്മൾ ആരും കൂടെ സംസാരിക്കോ? ഇല്ല. ഭാര്യയ്ക്കോ കൊച്ചുമോനോ ദിവസത്തിൻ്റെ അധിപനായ എനിക്ക് വേണ്ടി തന്നെയോ കണ്ടെത്താൻ സാധിക്കാത്ത സമയം, ഭാര്യയ്ക്കും മക്കൾക്ക് പോലും കൊടുക്കാത്ത സമയമാണ്. എന്തിന്? സ്വയം സന്തോഷിക്കാൻ പോലും മാധവന് സമയമില്ല. അപ്പോഴാണ് ജീവിതത്തിൻ്റെ വിലയേറിയ 2 മണിക്കൂർ 120 മിനിറ്റ് അച്യുതമാമ കൊടുക്കേണ്ടത്. മാധവൻ ടെൻഷനായി, കൊടുക്കണോ 2 മണിക്കൂറൊക്കെ? അസാധ്യമായതിൻ്റെ കനമില്ലാത്ത ചിരിച്ച് അച്യുതമാമയോട് ഞാൻ ലോക്യം പറഞ്ഞു. ആയിക്കോട്ടെ അച്യുതമാമേ, ഏതായാലും ഇന്ന് പടിഞ്ഞാറ്റപ്പുരയിലേക്ക് മടങ്ങണ്ട. ആയിക്കോട്ടെ, 2 മണിക്കൂറല്ലേ തരാം, ഇന്ന് സമയമില്ല, ഇന്ന് ഓഫീസിൽ പോകണം. അച്യുതമാമ ഇന്ന് നാട്ടിൽ പോകണ്ട, ഇന്ന് ഇവിടെ താമസിച്ചോ, നമുക്ക് രാത്രി സംസാരിക്കാമെന്ന് മാധവൻ പറഞ്ഞിട്ടുണ്ടാവും. താമസിക്കാനൊന്നും എനിക്ക് വയ്യ മാധവ, തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരണ്ട്. ഏതായാലും കുറച്ച് സമയം എനിക്ക് വേണം അല്ലേ, എനിക്ക് ഇന്ന് താമസിക്കാനൊന്നും പറ്റൂല മാധവ, എനിക്ക് ഇന്ന് തന്നെ പോകണം. എന്നാൽ ഞാൻ വേറെ ദിവസം വരാം എന്ന് ആര് പറഞ്ഞു? മാധവനോട് അച്യുതമാമ പറഞ്ഞു.
എന്താണ് കാര്യമെന്ന് വീണ്ടും വീണ്ടും തിരക്കിയിട്ടും അച്യുതമാമ ഇത്രേ പറഞ്ഞുള്ളൂ. ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ ചായ കുടിച്ച് തീരും മുമ്പ് കമ്പനി വണ്ടിയുടെ ഹോണിൽ കുരുങ്ങി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു അല്ലേ. എനിക്ക് സമയമില്ല എന്ന് അച്യുതമാമയോട് ആര് പറഞ്ഞു? മാധവൻ പറഞ്ഞു. അങ്ങനെ മാധവൻ ഓർത്തു പോവുകയാണ് ചെറുപ്പകാലത്ത് മാധവൻ എടുത്തു വളർത്തി അച്യുതമാമയെ. അങ്ങനെ ഒരു ചായ കുടിച്ച് തീരുന്നതിന് മുമ്പ് അച്യുതമാമ ചായ കുടിച്ച് തീരുന്നതിന് മുൻപേ മാധവൻ എവിടേക്ക് പോകാൻ ഒരുങ്ങി? ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി. കമ്പനി കാർ വണ്ടി വന്ന് അവിടെ ഹോണടിച്ചു. അച്യുതമാമ ഉടനെ മടങ്ങിയ വിവരം വൈകുന്നേരത്തിൻ്റെ ഏതോ അടരിൽ ശോഭ രേഖപ്പെടുത്തി തന്നിരുന്നു അല്ലേ. ഈ വൈകുന്നേരം ഏത് സമയമാകുമ്പോഴത്തേന് ശോഭ വിളിച്ചു പറഞ്ഞു, ഹലോ മാധവേട്ടാ, പിന്നെ നമ്മളെ അച്യുതമാമ പോയിട്ടോ, വീട്ടിലിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പം മാധവൻ എന്തോ പോലെ അച്യുതമാമയെ പോസ്റ്റ് ആക്കിയല്ലോ ഞാൻ കുഴപ്പമില്ല, എനിക്ക് എൻ്റെ തിരക്കാണല്ലോ. മാധവൻ ഇങ്ങനെ ഓർത്തുപോയി. അച്യുതമാമ വീട്ടിൽ പോയപ്പോൾ ഭാര്യ അത് വിളിച്ചു പറഞ്ഞു. ഫയലുകൾക്കിടയിലെ വാലൻ പുഴു പോലെ അതെൻ്റെ മനോമൂല്യം ചത്തുമലച്ചു. അച്യുതമാമയ്ക്ക് കൊടുക്കാതിരുന്ന ആ സമയത്തെ ഓർത്തും അച്യുതമാമ സങ്കടപ്പെട്ട് വീടിന് ഇറങ്ങിപ്പോയതിനെ ഓർത്തും മാധവൻ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. അച്യുതമാമയൊത്തുള്ള ഓർമ്മകളിലേക്ക്. പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതമാമയെക്കുറിച്ചുള്ള ചിന്താപ്രജ്ഞയിൽ പ്രകാശം പാറ്റിയത്. നമുക്കങ്ങനെയല്ലേ, ചിലപ്പോൾ കുളിമുറിയിൽ പോകുമ്പോൾ കക്കൂസി പോകുമ്പോൾ ഒരുപാട് ചിന്തകൾ കയറി വരും അല്ലേ. എന്തൊക്കെയോ ചിന്തിക്കാനുണ്ട്, അതൊക്കെ ചിന്തയിൽ കയറി വരും. അങ്ങനെ മാധവൻ പിറ്റേ ദിവസം കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോൾ അച്യുതമാമയുമൊത്തുള്ള പഴയകാല ചിന്തകളൊക്കെ മാധവൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം അച്യുതമാമയായിരുന്നു അല്ലേ. അച്ഛൻ മരിച്ച ശേഷം ചെറുപ്പകാലത്ത് തന്നെ നോക്കിയതും വളർത്തിയതും ആരായിരുന്നു? അച്യുതമാമയായിരുന്നു എന്ന് പറയുന്നു. അച്ഛൻ പോയ ദിവസം തൻ്റെ പഴയ ബാല്യകാലങ്ങളിൽ അച്ഛൻ മരിച്ച ശേഷം തന്നെ നോക്കി വളർത്തിയതും തന്നെ നെഞ്ചോട് ചേർത്തതും ആരായിരുന്നു? ഈ അച്യുതമാമയാണെന്ന് പറയുന്നു. എനിക്ക് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം അച്യുതമാമയായിരുന്നു. തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന, ഉത്സവപ്പറമ്പിലെ അമിട്ടായി ചിരിക്കുന്ന, ഉത്രാട നാളിലെ നിറവായിത്തീരുന്ന അച്യുതമാമ അല്ലേ. എന്തൊക്കെയാണ് പറയുന്നത് അച്യുതമാമയെക്കുറിച്ച്? സംരക്ഷകനായിരുന്നു. ചെറുപ്പത്തിലെ തൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തന്നെ നോക്കിയതും വളർത്തിയതും ചിരിപ്പിച്ചതും ഉത്സവത്തിന് കൊണ്ടുപോയതും കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തന്നതും ആന കളിപ്പിച്ചതും കുതിര കളിപ്പിച്ചതും എല്ലാം ആരായിരുന്നു? ഈ അച്യുതമാമയായിരുന്നു എന്ന് മാധവൻ ഓർക്കുന്നു. ആ അച്യുതമാമയാണ് മാധവൻ സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അച്യുതമാമ പോയത്. അതിനൊക്കെ മാധവൻ കുളിമുറിയിൽ കിടന്നു ആലോചിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്താണ്? തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന അച്യുതമാമ, ചെറുപ്പത്തിലെ മാധവനെ ചിരിപ്പിക്കുന്ന അച്യുതമാമ, ഉത്സവപ്പറമ്പിലെ അമിട്ടായി ചിരിക്കുന്ന അല്ലേ, നമ്മൾ മണിച്ചാടി ചിരിക്കൂലേ, അതേപോലെ നമ്മുടെ കൊച്ചു ബാലനായ മാധവനെ ചിരിപ്പിക്കുന്ന അച്യുതമാമ, അമിട്ടായി ചിരിക്കുന്ന അച്യുതമാമ, ഉത്രാട നാളിലെ അതായത് പൂരനാളിലെ നിറവായിത്തീരുന്ന അച്യുതമാമ, പൂരത്തിനൊക്കെ കൊണ്ടുപോകുന്ന അച്യുതമാമ. അമ്മായി മരിച്ചതിന് ശേഷം ജീവിതം സുഖകരമല്ലെന്നും പെൺമക്കളുടെ ഭർത്താക്കന്മാർ തലതിരിഞ്ഞ വർഗമാണെന്നും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ഭാര്യ അച്യുതമാമയുടെ ഭാര്യ മരിച്ചപ്പോൾ ഒന്ന് ഒതുങ്ങിപ്പോയ അച്യുതമാമ, പെൺമക്കളുടെ ഭർത്താക്കന്മാരാൽ അവഗണിക്കപ്പെട്ട അച്യുതമാമ. ആ അച്യുതമാമ ഇപ്പോൾ ആരും അവഗണിക്കുന്നു? മാധവനും അവഗണിക്കുന്നു. പാവം. എന്തു കാര്യം സംസാരിക്കാനാണ് 2 മണിക്കൂർ ആവശ്യപ്പെട്ടതെന്ന പ്രശ്നോത്തരി തൊട്ടതും എൻ്റെ ചിന്ത വിച്ഛേദിക്കപ്പെട്ടു. പാവ അച്യുതമാമ, എന്തിനായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുക? 2 മണിക്കൂർ ചോദിച്ചേ, അത് എന്തൊട്ട് കാര്യത്തിനാണ് ചോദിച്ചേ എന്നാര് ചിന്തിക്കുകയാണ്? നമ്മുടെ അച്യുതമാമയെക്കുറിച്ച് മാധവൻ ചിന്തിക്കുകയാണ്. എന്തിനാ പുള്ളിനെ കാണാൻ വന്ന് 2 മണിക്കൂർ ചോദിച്ചത്? എന്തിനായിരിക്കും വന്നതെന്നൊക്കെ ആർക്ക് ചിന്ത വന്നു? നമ്മുടെ മാധവൻ ചിന്ത വന്നു കേട്ടോ. കാരണം ബെഡ്റൂമിലേക്ക് തല തോർത്തിക്കൊണ്ട് പ്രവേശിച്ച ഞാൻ ഫോൺ എന്ന ചെകുത്താനാൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ അച്യുതമാമയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്തു. പിന്നെ ഫോണിലായി ചിന്ത. അച്യുതമാമയെ മാധവൻ മറന്നുപോയി. തുടർന്നുള്ള ദിവസങ്ങൾ അച്യുതമാമയെക്കുറിച്ചല്ല, ഡോക്ടറെ കാണിക്കാൻ വൈകിയ മൂലവ്യാധിയെക്കുറിച്ച് പോലും സ്മരിക്കാൻ എനിക്ക് തലപ്പെട്ടില്ല. പിന്നീട് ദിവസങ്ങളിൽ അച്യുതമാമയെ ഓർക്കാൻ പോലും ആർക്ക് കഴിഞ്ഞില്ല? മാധവന് കഴിഞ്ഞില്ല. തീരാതെ ഡോക്ടറെ കാണിക്കാനും ഉണ്ട് മാധവന്. അതും ആര് ചിന്തിക്കുന്നില്ല? മാധവൻ ചിന്തിക്കുന്നില്ല. തുടർന്ന് അച്യുതമാമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡോക്ടറോട് കാണിക്കേണ്ട കാര്യം പോലും ആര് ചിന്തിക്കുന്നില്ല? ജോലി തിരക്കിൽ മാധവൻ ചിന്തിക്കുന്നില്ല. ആ തിരയൊന്നടങ്ങി കിതപ്പുകൾ വലിയുമ്പോഴാണ് വെട്ടുകിളിപ്പറ്റം പോലെ ഓഡിറ്റേഴ്സ് കമ്പനിയിൽ ഇരച്ചു കയറിയത്. അപ്പോഴേക്കും കമ്പനി തിരക്കുകളായി. ഓഡിറ്റിങ്ങും കമ്പനി ആൾക്കാരും എല്ലാം തിരക്ക് എടുത്തേക്ക് വന്നു. നമ്മുടെ മാധവനെ വന്ന് തിരക്ക് പൊതിഞ്ഞു. അച്യുതമാമയെക്കുറിച്ച് ഓർക്കാനോ പല കാര്യങ്ങൾ ചിന്തിക്കാൻ ആർക്ക് സമയമില്ല? മാധവന് സമയമില്ലാതെയായി മാറി മക്കളെ. അന്ന് സന്ധ്യ ആയതും അച്യുതമാമ അതാ വീണ്ടും സന്ധ്യയായി, അതാ അച്യുതമാമ വീണ്ടും വരുന്നു.
ഓഡിറ്റേഴ്സിനുള്ള സുഖ സൗകര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചവരെ രഹസ്യമായി നിരീക്ഷിക്കാൻ പുറത്തിറങ്ങുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അപ്പോൾ ഓഡിറ്റേഴ്സിനെ നോക്കാൻ വേണ്ടി കാര്യങ്ങൾ ഏൽപ്പിച്ച ശേഷം ഈ മാധവൻ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ആരെ കാണാൻ സാധിച്ചു? അച്യുതമാമയെ കാണാൻ സാധിച്ചു. മാധവനെ കാണാൻ അച്യുതമാമ ഓഫീസിലും വന്നു. അച്യുതമാമയെ മാധവൻ കണ്ടു. അച്യുതമാമ ഇരിക്കൂ അച്യുതമാമേ, മാധവൻ പറഞ്ഞു അച്യുതമാമയോട് ഓഫീസിൽ വെച്ചിട്ട്. എന്താണ് പറയാനുള്ളത്? എൻ്റെ അച്യുതമാമയ്ക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് മാധവൻ ചോദിച്ചു അച്യുതമാമയോട്. എന്തു കാര്യമായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അച്യുതമാമേ. അച്യുതമാമയ്ക്ക് എന്ത് വിഷമമുണ്ടോ? പൈസക്ക് വിഷമമുണ്ടോ? ഡോണ്ട് വെറി, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ പൈസയെ വെച്ചാണ് അച്യുതമാമയെ മാധവൻ ചിന്തിക്കുന്നത് അല്ലേ? എന്ത് കാര്യത്തിനാണ് അച്യുതമാമ വന്നത്? എന്ത് കാര്യം എന്നോട് പറയാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് മാധവൻ പറഞ്ഞു. വേണ്ട മാധവ, നീ എങ്ങോട്ടോ പുറപ്പെട്ടതല്ലേ, ഇതിന് കുറച്ച് സമയം വേണം, ഞാൻ പിന്നീട് വരാം. അച്യുതമാമ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ പറ്റില്ല, കുറേ സമയം നിന്ന് സംസാരിക്കണം. അപ്പോൾ ഇപ്പം നീ എങ്ങോട്ടോ പോകാൻ പുറപ്പെട്ടതല്ലേ, തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, നീ ശാന്തനായി വീട്ടിലോട്ട് വാ, അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് അച്യുതമാമ പറഞ്ഞു. ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞു. ശോഭ തുറന്നു പിടിച്ച ഉമ്മറവാതിൽ കടക്കാതെ അദ്ദേഹം പറഞ്ഞു, അച്ഛനെ ഒന്നിനും കിട്ടിയില്ല അച്യുതം മുത്തച്ഛ അല്ലേ. അതായത് ഭാര്യ പറഞ്ഞു, അച്യുതമാമയോട് പറഞ്ഞു, എന്താണ് അച്ഛനൊന്നും കിട്ടില്ല അച്യുതം മുത്തച്ഛ. അതായത് ഈ ഭാര്യയ്ക്ക് മനസ്സിലായി അച്യുതമാമയോട് സംസാരിക്കാൻ ആർക്കും സമയമില്ലാന്ന്, നമ്മുടെ മാധവന് സമയമില്ലാന്ന്. അതേപോലെ അച്ഛനെ ഒന്നിനും കിട്ടില്ല അച്യുത മുത്തച്ഛ എന്നാരെ പറഞ്ഞു? മാധവൻ്റെ മകൻ പറഞ്ഞു അല്ലേ. അച്യുതമാമയോട് മാധവൻ്റെ മകൻ കൂടി പറയാണ്, അച്യുതമാമ അച്ഛൻ സംസാരിക്കുന്നില്ല, അച്ഛനല്ലേക്ക് ഫുൾ തിരക്കാ, എന്നെപ്പുറം കളിക്കാനോ എന്നെ ഇടം കൊണ്ടുപോകാനോ ഒന്നും അച്ഛന് സമയമില്ല. പിന്നെ അച്യുതമാമയോട് സംസാരിക്കാൻ എന്നാര് പറഞ്ഞു? അച്യുതമാമയോട് മാധവൻ്റെ മകൻ പറഞ്ഞു. മാധവൻ്റെ മകന് പോലും, ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലായി മാധവൻ്റെ തിരക്ക്. കുടുംബ ബന്ധങ്ങൾ അത്രയേറെ നോക്കാൻ, കുടുംബ ബന്ധങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്ത കഥാപാത്രമായി ആരിവിടെ മാറുന്നു? തിരക്കുള്ള കഥാപാത്രമായി ആര് മാറുന്നു? ഇവിടെ മാധവൻ മാറുന്നു. ഹോംവർക്ക് ചെയ്യുകയായിരുന്ന കൊച്ചുമോൻ കക്ഷി ചേർന്നു അല്ലേ. ഹോംവർക്ക് ചെയ്ത കൊച്ചുമോൻ പറയാണ്, പിന്നെ അച്യുതമാമയോട് സംസാരിക്കൊന്നുമില്ല, എന്നോട് സംസാരിക്കാൻ തന്നെ അച്ഛന് സമയമില്ല, പിന്നെ അച്യുതമാമയോട് സംസാരിക്കാൻ എന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ കൊച്ചുകുട്ടി ആരോട് പറഞ്ഞു? അച്യുതമാമയോട് പറഞ്ഞു തൻ്റെ അച്ഛനെ കുറിച്ച്. അതെ പുകഞ്ഞ ശബ്ദത്താൽ ശോഭയുടെ വക്കാർ സമർപ്പിക്കട്ടു. അപ്പോൾ ശോഭ ഭാര്യയും പറഞ്ഞു, അതെ പുള്ളിക്കാൻ എന്നോട് സംസാരിക്കാറില്ല, തിരക്കോട് തിരക്ക് അല്ലേ. എന്നോടും എൻ്റെ കുട്ടിയോടും സംസാരിക്കാൻ സമയമില്ലാത്ത എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് അച്യുതമാമ നിങ്ങളോട് സംസാരിക്കുന്നത്? ആര് പറയാണ്? ഈ കുട്ടിയും ഈ അമ്മ ഈ ശോഭയും പറയാണ്, മാധവൻ്റെ ഭാര്യയും കൂടി പറയാണ് ആരോട്? അച്യുതമാമയോട്. എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലില്ല എന്ന സത്യം ഗാഢമായി നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത്. പെട്ടെന്നൊരു സംശയം മനസ്സിൽ കുമിളയിട്ടു. പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമോ അച്യുതമാമ അല്ലേ. ഇപ്പം ഈ ഭാര്യയുടെയും ഈ കുട്ടിയുടെയും വാക്ക് കേട്ടപ്പോൾ ഈ മാധവൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ലേ, തിരക്കിലായിപ്പോയോ അല്ലേ, എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലില്ല അല്ലേ. അത്രയും തിരക്കാണ് മാധവന്. ഈ കുട്ടിയുടെയും ഭാര്യയുടെയും വർത്തമാനം കേട്ടപ്പോൾ മാധവൻ മനസ്സിലായി തൻ്റെ ജീവിതം അത്രയും തിരക്കിട്ട ജീവിതമാണെന്ന്. പെട്ടെന്നൊരു സംശയം മനസ്സിൽ കുമിളയിട്ടു. പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമോ അച്യുതമാമ വീണ്ടും വരുന്നത് അല്ലേ. പെട്ടെന്ന് മാധവൻ ചിന്തിച്ചു, പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അച്യുതമാമക്ക്, അതുകൊണ്ടായിരിക്കും അച്യുതമാമ ഇടക്കിടക്ക് വരുന്നത്, ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെയാണല്ലോ നമ്മുടെ ബന്ധുക്കൾ വരുമ്പം ചിലപ്പോൾ പണത്തിൻ്റെ ആവശ്യമായിരിക്കുമല്ലോ ഉണ്ടാവുക. അങ്ങനെ സാമ്പത്തികമായി എന്തെങ്കിലും പ്രതിസന്ധി അച്യുതമാമയ്ക്ക് ഉണ്ടോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണോ, അല്ല ചോദിക്കേണ്ട മടി കൊണ്ടാണോ അച്യുതമാമ ഇവിടെ കറങ്ങി തിരിഞ്ഞ് അതൊക്കെ അറിയാൻ വേണ്ടി മാധവൻ അതായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി അച്യുതമാമയോട് ചോദിച്ചു. നേരെ ചൊവ്വേ ചോദിക്കാനുള്ള മടി കൊണ്ടാണോ രാഗവിസ്താരത്തിന് മുതിരുന്നത് അല്ലേ. ഈ എന്തെങ്കിലും പണത്തിന് ആവശ്യം ഉണ്ടാവും അച്യുതമാമയ്ക്ക്, അതുകൊണ്ടാണ് അച്യുതമാമ എന്നോട് ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുന്ന ആര് ചിന്തിച്ചു? മാധവൻ ചിന്തിച്ചു. എന്തെങ്കിലും പണത്തിന് ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ ആൾക്കാർ നമ്മൾ ചുറ്റിപ്പറ്റി കളിക്കുക. ഏറെക്കുറെ മാധവൻ വിചാരിച്ച് പൈസക്ക് വന്നതാണെന്ന്. അങ്ങനെ മാധവൻ അങ്ങനെയാണ് വിചാരിച്ചത്. കുറച്ചേറെ നോട്ടുകൾ പേഴ്സിൽ നിന്ന് വലിച്ചെടുത്ത് ഞാൻ മുന്നോട്ട് നീങ്ങി. അങ്ങനെ മാധവൻ കുറച്ച് പൈസ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് മുമ്പോട്ടേക്ക് നീങ്ങി. ആർക്ക് കൊടുക്കാൻ? അച്യുതമാമ കൊടുക്കാൻ. പേഴ്സിൽ നിന്ന് വലിച്ചെടുത്ത് ഞാൻ മുന്നോട്ട് നീങ്ങി. അച്യുതമാമയുടെ സന്ദർശനത്തിൻ്റെ കച്ചവടം തീർക്കാൻ ഒരു ബ്രോക്കറുടെ ചാതുര്യത്തോടെ ഇടപെട്ടു അല്ലേ. അങ്ങനെ അച്യുതമാമയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മാധവന് മനസ്സിലായി. എന്തോ പണത്തിൻ്റെ പ്രശ്നമെന്ന് മാധവൻ വിചാരിച്ച്. അങ്ങനെ മാധവൻ പറഞ്ഞു, അച്യുതമാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പണത്തിൻ്റെ പ്രശ്നമാണോ, നമുക്ക് പരിഹരിക്കാട്ടോ. അച്യുതമാമയ്ക്ക് കുറച്ച് പണം കൊടുക്കാൻ വേണ്ടി പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ഒരു ബ്രോക്കറെ പോലെ മാധവൻ അച്യുതമാമയുടെ അടുത്തേക്ക് ചെന്നു. അയ്യോ, എന്താ അദ്ദേഹം മാധവാ,
അയ്യോ മാധവ നീ എന്താ കാട്ടണേ, എനിക്ക് പൈസ ഒന്നും വേണ്ട കേട്ടോ അച്യുതമാമ പറഞ്ഞു. അച്യുതമാമ ചോദിച്ചു എന്താ അത് പൈസയാണോ? എനിക്ക് എൻ്റെ പൈസ ഒന്നും വേണ്ട കേട്ടോ, പൈസ വെറും കടലാസ് അല്ലേ. അയ്യോ എന്താ അത് മാധവനോട് അച്യുതമാമ ചോദിച്ചു. പണം ഞാൻ കീശയിൽ തിരികെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം കാര്യം മനസ്സിലാക്കിയത്. വൈദ്യുതാഘാതമേറ്റ പോലെ ഞെട്ടിത്തെറിച്ച അച്യുതമാമ നോട്ടുകളെടുത്ത് പൂമുഖപ്പടിയിൽ വെച്ചു. മാധവൻ ആ പൈസ എടുത്ത് അച്യുതമാമേൻ്റെ കീശയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് അച്യുതമാമ വേഗം എടുത്തിട്ട് അയ്യോ എന്താ ഇത് പൈസയോ, എനിക്ക് വേണ്ട. അങ്ങനെ പൂമുഖപ്പടിയിൽ വരാന്തയിൽ ആര് വെച്ചു കൊടുത്തു? അച്യുതമാമക്ക് ആ പൈസ ആവശ്യമില്ലായിരുന്നു. ബന്ധങ്ങളെ പണത്തിൻ്റെ കണ്ണി ചേർക്കുന്ന ആധുനിക തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ പ്രതീകമായി ഇവിടെ മാധവൻ കടന്നു വരുന്നു. ഒരു പ്രധാന ചോദ്യം മാധവൻ്റെയോ അച്യുതമാമയുടെ കഥാപാത്ര നിരൂപണമായിരിക്കും ഈ പാഠഭാഗത്തിൽ. നല്ല വിരോധാഭാസം. മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത്. മാധവ നിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്ക് 2 മണിക്കൂർ നിന്നോട് സംസാരിക്കണടാ, അതിനാടാ ഞാൻ വന്നത്. നിൻ്റെ പണം ആർക്ക് വേണം? ആ പണം എനിക്ക് വേണ്ട, നീ എന്തെങ്കിലും ചെയ്തോ പോയി കത്തിക്ക്, എനിക്ക് ആ പൈസ വേണ്ട, 2 മണിക്കൂർ നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നതെന്ന് അച്യുതമാമൻ പറയണ്. പിന്നെ എന്തിനാ അച്യുതമാമൻ വന്നത്? കഴിഞ്ഞ തവണ കൊണ്ടുവന്ന അതേ പ്ലാസ്റ്റിക് പൊതി പിന്നെ അദ്ദേഹം മാറി പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ എന്തോ പ്ലാസ്റ്റിക് പൊതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് പൊതി അദ്ദേഹം മാറി ഇങ്ങനെ പിടിച്ചു അല്ലേ, അതിലെന്തോ കൊടുക്കാനാണ് മാധവൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെ എന്ന ചോദ്യം 4 നിമിഷത്തേക്ക് മാത്രമേ എൻ്റെ മനസ്സിൽ അവശേഷിച്ചുള്ളൂ. ഞങ്ങളുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക രാസവസ്തുവിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന കാര്യമാണ് കാറിൽ കയറിയ ഉടൻ ചിന്തിച്ചത്. ചില മായം ചേർക്കലുകൾക്കായി ദുരുപയോഗപ്പെടുത്തുന്ന ആ സാധനത്തിന് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. മാധവൻ്റെ മനസ്സിൽ ചിന്ത വെച്ചാൽ ആ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, ആ പ്രൊഡക്റ്റ് മാക്സിമം ലാഭത്തിനായി എന്ത് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം. അതിൻ്റെ ഒരുപാട് കപട വസ്തുക്കൾ നിറഞ്ഞ ഒരു ചിന്തയാണ് മാധവൻ്റെ മനസ്സിൽ മുഴുവനും. അപ്പോഴൊന്നും ഈ സ്നേഹം, വ്യക്തിബന്ധം, ദയ, കാരുണ്യം, സഹാനുഭൂതി, ബന്ധുത്വം ഒന്നും മാധവൻ്റെ മനസ്സിലില്ല. ഈ ബിസിനസ്, കച്ചവട താല്പര്യ മനോഭാവം മാത്രമേ മാധവൻ്റെ മനസ്സിലുള്ളൂ. ബന്ധങ്ങളെപ്പോലും പണത്തിലെ അളവുകൾ വെച്ച് അളക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ കഥാപാത്രമായി മാധവൻ ഇവിടെ പരിവർത്തനപ്പെടുന്നു എന്നതാണ് സത്യം. ഡിമാൻഡിനൊത്ത് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള എന്തെങ്കിലും പോംവഴി കണ്ടെടുത്തേ പറ്റൂ. പ്രൊഡക്ഷൻ യൂണിറ്റ് സിഇഒവിൻ്റെ പണിയാണത്. ഇപ്പം ബിസിനസ് കാര്യങ്ങളായ തൊഴിൽ കാര്യങ്ങൾ മാത്രമേ മാധവന് മനസ്സിലുള്ളൂ. ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യമോ മാധവൻ നൽകുന്നില്ല. ഏറുന്ന ഡിമാൻഡ്, എക്സൈസ് ക്ലിയറൻസ്, ഓഡിറ്റേഴ്സ് തുടങ്ങി വിവിധ പ്രശ്നങ്ങളിലൂടെ മുന്നേറുന്നതിനിടയ്ക്ക് വീണ്ടും അച്യുതമാമ 3 തവണ വീട്ടിൽ വന്നു മടങ്ങി അല്ലേ. ഇതിനിടയിലൊക്കെ അച്യുതമാമ 3 തവണ വീട്ടിൽ വന്നു. പലതവണ അച്യുതമാമ വരും, പിന്നെ തിരിച്ചു പോകും. കാരണം മാധവന് സമയമില്ല. ആ 2 മണിക്കൂർ കൊടുക്കാൻ മാധവൻ്റെ കയ്യിൽ സമയമില്ല. ആ 2 മണിക്കൂർ, ആ 120 മിനിറ്റ് കൊടുക്കാൻ പോലും മാധവൻ്റെ കയ്യിൽ എന്തില്ല, സമയമില്ല. ആലോചിക്കണം, ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയപ്പോൾ മാധവനെ വളർത്തിയ, മാധവനെ ചിരിപ്പിച്ച, കുതിര കളിപ്പിച്ച, ആന കളിപ്പിച്ച, ഉത്സവ പറമ്പുകൾ കൊണ്ടുപോയ, കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്ത അച്യുതമാമയ്ക്ക് കൊടുക്കുക 2 മണിക്കൂർ മാധവൻ്റെ കയ്യിൽ സമയമില്ല. ഏറുന്ന ഡിമാൻഡ്, എക്സൈസ് ക്ലിയറൻസ്, ഓഡിറ്റേഴ്സ് തുടങ്ങി വിവിധ പ്രശ്നങ്ങളിലൂടെ മുന്നേറുന്നതിനിടയ്ക്ക് വീണ്ടും അച്യുതമാമ 3 തവണ വീട്ടിൽ വന്നു മടങ്ങി. അദ്ദേഹത്തിൻ്റെ മുഖം ഇനിയും താങ്ങാൻ കഴിയാതെ ഒടുവിൽ ഞാൻ അങ്ങേയറ്റത്തെ അവധി പറഞ്ഞു. അവസാനം അച്യുതമാമയുടെ സങ്കടം കണ്ടിട്ട് മാധവൻ ഒരു അവധി പറഞ്ഞു, ഒരു സമയം കൊടുത്തു, സംസാരിക്കാമെന്ന് മാധവൻ പറഞ്ഞു. ശരി അച്യുതമാമേ, അടുത്ത ഞായറാഴ്ച രാവിലെ വരൂ, ഞാൻ കാത്തിരിക്കാം. അച്യുതമാമയ്ക്ക് വേണ്ടത്ര സംസാരിക്കാം. മാധവൻ അവസാനം പറഞ്ഞു, അച്യുതമാമേ നമുക്ക് സംസാരിക്കാം, അടുത്ത ഞായറാഴ്ച വാ, നമുക്ക് ഒരുപാട് സംസാരിക്കാം. ഇപ്പോൾ അച്യുതമാമ പോയിക്കോന്ന് മാധവൻ പറഞ്ഞു. അച്യുതമാമയ്ക്ക് വേണ്ടത് സംസാരിക്കാമെന്ന് പറഞ്ഞു. ടൈം മാനേജ്മെൻറ്റിൻ്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറയ്ക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് മണിക്കൂറിൻ്റെ കണക്കൊന്നും ഏൽക്കാത്തത്. എന്തു ചെയ്യാം, പ്രവൃത്തി ദിവസങ്ങളിലെ 24 കവിയുന്ന മണിക്കൂറുകളെല്ലാം ഞായറാഴ്ചത്തേക്കാണ് ഞാൻ നീക്കി വയ്ക്കാറുള്ളത് അല്ലേ. ആ തിരക്കെല്ലാം അവസാനിപ്പിക്കുന്ന ദിവസം ഞായറാഴ്ചയാണ്. തിങ്കൾ മുതൽ ശനി വരെ പണിയോട് പണി, ഓഫീസ്, ജോലി, പൈസ മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ഒന്ന് റെസ്റ്റ് എടുക്കും. ആ സമയം അച്യുതമാമയോട് വരാൻ പറഞ്ഞു. ആരെയും മാധവൻ. ഫോണില്ലാത്തടുത്ത് വെച്ച് അമ്മാമ്മയുമായി സംസാരിക്കാമെന്ന് കരുതി വീട്ടിലെ എപ്പോഴും അടച്ചിടാറുള്ള പിന്മുറി ഞാൻ തുറന്നു. പഴക്കു ഗന്ധത്തിൽ ഇരുന്നപ്പോൾ മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചു പോയി. ശരിയാണ്, എത്ര കാലമായി അവരെയെല്ലാം ഓർക്കാൻ ഒഴിവ് കിട്ടിയിട്ടല്ലേ. തൻ്റെ അമ്മായിയെ, തൻ്റെ അമ്മൂമ്മയെയോ അല്ലെങ്കിൽ അച്ചാച്ചനെയോ അച്ഛനെയോ അമ്മയൊന്നും ആലോചിക്കുന്നില്ല. മരിച്ചുപോയ തൻ്റെ അമ്മാമ്മയെയോ അച്ഛനെയോ അമ്മയൊന്നും ആരും ഓർക്കാറില്ല. മാധവൻ ഓർക്കാൻ സമയമില്ല. അപ്പോഴാണ് ജീവിച്ചിരിക്കുന്ന ആൾ ഓർക്കാനല്ലേ.
സ്മരണ എത്ര പരിചയക്കേടിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് വല്ലാത്തൊരു സത്യം ബോധ്യപ്പെട്ടത്. പരമാവധി യൗവനാരംഭം വരെയുള്ള ചിത്രങ്ങൾ മാത്രമേ മനസ്സിൻ്റെ പുഴയിൽ പ്രതിഫലിക്കുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് വരണ്ടു പറ്റിക്കിടക്കുന്ന തമസിൻ്റെ തോടുകൾ മാത്രം. യൗവനത്തിലുള്ള കാലഘട്ടം മാത്രമേ മനസ്സിലുള്ളൂ. ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളൊന്നും മാധവൻ്റെ മനസ്സിലില്ല. കാരണം തിരക്കേറിയ ജീവിതമാണല്ലേ. ഈ തിരക്കേറിയ ജീവിതത്തിൽ തൻ്റെ ജീവിത ചുറ്റുപാടുള്ള ആൾക്കാരെ ചിന്തിക്കാനോ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളെ ഓർക്കുവാനോ തൻ്റെ സുഹൃത്തുക്കളെയോ ആത്മമിത്രങ്ങളെയോ ബന്ധുമിത്രാദികളെയോ ഓർക്കുവാനോ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കുവാനോ പോലും മാധവന് സമയമില്ലാതായിരിക്കുന്നു. പറഞ്ഞ സമയത്ത് തന്നെ അച്യുതമാമൻ വീട്ടിലെത്തി അല്ലേ. അങ്ങനെ ഞായറാഴ്ചയായി. ആ പറഞ്ഞ സമയത്ത് ആര് വീട്ടിലെത്തി? അച്യുതമാമൻ വീട്ടിലെത്തി. മൊബൈൽ ഫോണുകൾ 3 ഞാൻ ഓഫാക്കിയിരുന്നു. അതായത് ഞായറാഴ്ച അച്യുതമാമൻ വീട്ടിലെത്തി. അപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ 3 മൊബൈൽ ഫോൺ ഓഫാക്കി? മാധവൻ ഓഫാക്കി. കാരണം ഫോൺ കോൾ വരും, കമ്പനിയിൽ നിന്ന് വിളിക്കാം, ജോലിക്കാരെ വിളിക്കാം, കൂട്ടുകാരെ വിളിക്കാം. അപ്പോൾ ഇതൊന്നും തിരക്കൊന്നും വേണ്ട, അച്യുതമാമയ്ക്കായിട്ട് ഈ സമയം മാറ്റി വെക്കാമെന്ന് മാധവൻ വിചാരിച്ചു. അങ്ങനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെച്ച് മാധവൻ അച്യുതമാമയോട് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ലാൻഡ് ഫോണിലൂടെ വരുന്ന ബാധകളൊന്നും തീണ്ടിപ്പോകരുതെന്ന് ശോഭയെ ചട്ടവും കെട്ടിയിരുന്നു. അല്ലെ, ലാൻഡ് ഫോണിലും വിളിക്കും, അതൊന്നും എടുക്കാൻ പാടില്ല, ഞാനുണ്ട് പറയാൻ പാടില്ല എന്ന് ഭാര്യയായി ശോഭയോട് മാധവൻ പറഞ്ഞു. കുറേ നേരം യാതൊന്നും സംസാരിക്കാതെ അച്യുതമാമ എന്നിലേക്ക് വന്ന് നോക്കിക്കൊണ്ടിരുന്നു. അല്ലെ, കുറേ നേരം ഒന്നും സംസാരിക്കാണ്ട് അച്യുതമാമ മാധവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അച്യുതമാമ മാധവനെ ഇങ്ങനെ നോക്കി നിന്നു, കുറേ സംസാരിക്കാതെ. അദ്ദേഹത്തിൻ്റെ തിമിരം മൂടിയ കണ്ണുകളിൽ ആർദ്രമായൊരു ചന്ദ്രക്കല നനഞ്ഞു കുതിർന്നു. മരിച്ചുപോയ അമ്മയുടെ നാമം ജപിക്കുന്ന മുഖത്തെ നന്നേ ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്യുതമാമയുടെ ചുണ്ടുകൾ സ്പന്ദിച്ചു. അച്യുതമാമ കുറേ സമയം മാധവനെ ഇങ്ങനെ നോക്കി നിന്നു. അച്യുതമാമ നോക്കി നിന്നു. അവസാനം മാധവനെ നോക്കി അച്യുതമാമ സംസാരിക്കാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ്. അച്യുതമാമ സംസാരിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. മാധവ, ഇന്നെങ്കിലും നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ മാധവ, ഇന്നെങ്കിലും നിന്നോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. നീ എനിക്ക് ഇന്നെങ്കിലും സമയം തന്നല്ലോ, സന്തോഷമായി. അച്യുതമാമൻ സംസാരിച്ചു. അദ്ദേഹം പകുതിക്ക് വെച്ച് നിർത്തി. എല്ലാ തഞ്ചങ്ങളും ഒഴിവാക്കി നിശബ്ദനായി പ്രാണൻ്റെ നഗ്നതയിൽ ഞാനിരുന്നു. അങ്ങനെ അച്യുതമാമ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ആ 2 മണിക്കൂറുകൾക്കിടയിൽ എങ്ങനെ കടന്നു പോകണമെന്ന് അറിയാണ്ട് അച്യുതമാമയ്ക്ക് മുമ്പിൽ മാധവൻ ഇരിക്കുകയാണ്. അച്യുതമാമയുടെ കുഴിനകം കുത്തിയ ചൂണ്ടുവിരൽ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ തുമ്പ് പിടിച്ച് ഞാൻ കൗതുകപ്പെട്ട ബാല്യത്തിൻ്റെ ഇളംവേലിലേക്ക് ഇറങ്ങവേ കഥകിൽ കഠിനമായ മുട്ട്. അല്ലേ, അച്യുതമാമയോട് സംസാരിക്കാൻ വേണ്ടി മാധവൻ ഇങ്ങനെ ഒരുങ്ങുമ്പം കഥകിൽ ആരോ മുട്ടി, കഠിനമായ മുട്ട്. വാതിൽ തുറന്നതും ഏരിയ ഡയറക്ടർ അടക്കം കമ്പനിയുടെ ബോസുമാരെല്ലാവരും കൂടി മുറിയിലേക്ക് ഇരച്ചു കയറി. അല്ലേ, അച്യുതമാമയോട് സംസാരിക്കാൻ വേണ്ടി മാധവൻ തയ്യാറായി നിൽക്കുമ്പോഴേക്കും കഥകിൽ ആരോ ഇങ്ങനെ മുട്ടി. അതാരാ? ഏരിയ മാനേജർ, ഏരിയ ഡയറക്ടർ അടക്കം കമ്പനിയുടെ ബോസുമാരെല്ലാവരും കൂടി ആരുടെ വീട്ടിലെത്തിയടാ? ഞായറാഴ്ച നമ്മുടെ മാധവൻ്റെ വീട്ടിലെത്തി. ഫോണിൽ മെനക്കെട്ട് പരാജയപ്പെട്ടപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നതാണവർ. ചില അടിയന്തര കാര്യങ്ങളുമുണ്ട്, ഉടൻ അവർക്കൊപ്പം പോകണം. അല്ലേ, ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. മാധവൻ എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചില്ലേ. ലാൻഡ് ഫോണിൽ വിളിച്ചാൽ എടുക്കാൻ പാടില്ലെന്ന് ഭാര്യയോടും പറഞ്ഞു. കാരണം അച്യുതമാമനോട് സംസാരിക്കണ്ടേ. അങ്ങനെ മാധവനെ കിട്ടാത്ത പക്ഷത്താണ് ഈ ഏരിയ ഡയറക്ടർമാരും മറ്റ് കമ്പനി ബോസുമാരെല്ലാം കൂടി മാധവൻ്റെ വീട്ടിലെത്തിയത്. അങ്ങനെ മാധവനെയും കൂട്ടി ഒരു മീറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുകയാണ്. ചില അടിയന്തര കാര്യങ്ങളുണ്ട്, അത് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഉണ്ട്, ഉടൻ അവർക്കൊപ്പം പോകണമെന്ന് മാധവൻ അച്യുതമാമയോട് പറഞ്ഞു. ഉഴറിപ്പോയ എന്നെ നോക്കി അച്യുതമാമ വെന്ത പുഞ്ചിരിയോട് പറഞ്ഞു, മാധവൻ ഇറങ്ങിക്കോളൂ. അല്ലേ, അച്യുതമാമ മാധവനെ നോക്കി പറഞ്ഞു, മാധവ പിന്നെ നീ ഇറങ്ങിക്കോളൂ, ഇതാവൂല എനിക്ക് ആ സമയം തരാൻ, നിനക്ക് തിരക്കല്ലേ മാധവ, നീ ഇറങ്ങിക്കോന്ന് അച്യുതമാമ മാധവനോട് പറഞ്ഞു. ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിന്ന് എൻ്റേതല്ലാത്ത ശബ്ദത്തിൽ ഞാൻ പുലമ്പി, അച്യുതമാമേ ഞാൻ വേഗം വരൂട്ടോ, പോകണ്ട കേട്ടോ, അവിടെ ഇരുന്നോ. അപ്പം ആ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് മാധവൻ അച്യുതമാമയോട് നോക്കി പറഞ്ഞു, അച്യുതമാമ പോവരുത്, അവിടെ നിന്നോ, ഞാൻ വരും, നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. തിരക്ക് മാധവന്. അച്യുതമാമയെ ഞാൻ വേഗം വരാം, പോകരുത് കേട്ടോ എന്ന് മാധവൻ പറഞ്ഞു. നിനക്കതിന് ആവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിച്ചു. അല്ല, എത്ര സങ്കടം ഉണ്ടാവും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അയാൾ വരാണ്ടിരിക്കുമ്പോൾ സങ്കടം, അത് ഭീകരമായൊരു സങ്കടമാണ്. കാത്തിരിപ്പിനേക്കാൾ വലിയ വേദന മറ്റൊന്നുമില്ല കേട്ടോ. ഇപ്പം എന്താണ്, നിനക്കതിനാവില്ല മാധവ, നിനക്ക് ഞാൻ പറഞ്ഞ 2 മണിക്കൂർ തരാൻ പറ്റില്ല എന്നാര് പറഞ്ഞു? അച്യുതമാമ മാധവനോട് പറഞ്ഞു. അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത്. അവസാനം അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആ ഞായറാഴ്ച ദിവസത്തിൻ്റെ ആ ഒരു അവസാനത്തിൽ അച്യുതമാമയിൽ നിന്നും മാധവൻ ഇറങ്ങിപ്പോവുകയാണ് കമ്പനി ആവശ്യത്തിനായി. വീട്ടിലേക്ക് കാറ് കയറ്റുമ്പോൾ വിൻസ്ക്രീനിൽ താഴ്ത്തിപ്പിച്ച്
വിൻസ്ക്രീൻ താഴ്ത്തിപ്പിച്ച് ഏതോ അപരിചിതൻ അച്യുതമാമയുടെ കത്തും ആ പ്ലാസ്റ്റിക് പൊതിയും എന്നെ ഏൽപ്പിച്ചു. കത്ത് ഞാൻ തുറന്നു വായിച്ചു. അങ്ങനെ തിരികെ വന്ന് വീട്ടിലോട്ട് കാറ് കയറ്റാൻ പോകുമ്പോൾ ഏതൊരാൾ വന്നിട്ടൊരു കത്ത് കൊടുത്തു. ആ കത്തിൽ ഒരു പൊതി ഉണ്ടായിരുന്നു, ഒരു കത്തും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പൊട്ടിച്ച് മാധവൻ വായിച്ചു. അച്യുതമാമ ഏൽപ്പിച്ച കത്തും പൊതിയായിരുന്നു. മാധവ, ഇനിയൊരു മടക്കം ഉണ്ടാവില്ല, ഇനി ഞാൻ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരില്ല. എങ്ങോട്ടെന്ന് ചോദിക്കരുത്, ഞാൻ എങ്ങോട്ടേക്ക് പോവുകയാണ്. അച്യുതമാമ എങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാണ്. അത് പറയാൻ വേണ്ടിയാണ് അച്യുതമാമ വന്നത്. പോകുന്നതിന് മുമ്പ് നിന്നോട് കഥകളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു അല്ലേ. ഞാൻ നാട് വിട്ട് പോകാൻ പോവുകയാണ്, ഞാൻ എങ്ങോട്ടൊന്നില്ലാതെ പോവുകയാണ്. കാരണം അച്യുതമാമയുടെ ഭാര്യ മരിച്ചു, മക്കൾ നോക്കുന്നുമില്ല, ഞാൻ എങ്ങോട്ടൊന്നില്ലാതെ പോവുകയാണെന്നാണ് അച്യുതമാമ മാധവനോട് പറയാൻ വന്നത്. പോകുന്നതിന് മുമ്പ് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അച്യുതമാമ മാധവനെ കണ്ടത്. പക്ഷേ അച്യുതമാമ കൊടുക്കാൻ മാധവൻ്റെ കയ്യിൽ സമയമില്ല, സാധിച്ചില്ല. നിന്നോട് സംസാരിക്കാൻ സാധിച്ചില്ല, വിശേഷങ്ങൾ പറയാൻ സാധിച്ചില്ല, കഥകൾ പറയാൻ സാധിച്ചില്ല. സാരമില്ല, കവറിൽ 2 ലക്ഷം ഉറുപ്പികയുണ്ട്. തറവാട്ട് സ്വത്തിൽ നിനക്കും അമ്മയ്ക്കും തരാനുള്ള ഓഹരിയാണിത്. എന്താടാ, എന്താല്ലേ, ഒരാളും പണത്തിൻ്റെ പുറകിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ, സംസാരിച്ചാൽ നിർത്തൂല എന്ന് പരാതിയുള്ള മനുഷ്യൻ 2 ലക്ഷം രൂപയും ഒരു കവറുമായിട്ട്, ഒരു കത്തുമായിട്ട് മാധവനെ കാണാൻ വരുന്നത്. മാധവൻ പണത്തിന് വേണ്ടിയാ പോകുന്നത്. ആ പണമാണ് വെറുതെ മാധവൻ അച്യുതമാമ കൊടുക്കുന്നത് അല്ലേ. തറവാട് സ്വത്താണ്, നിനക്കും നിൻ്റെ അമ്മക്കും അവകാശപ്പെട്ട പൈസയും ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട്, നീ ഇത് എടുത്തു എന്ന് പറഞ്ഞ് ആ കത്ത് അവസാനിക്കുന്നു. എൻട്രൻസ് എഴുതുന്ന കുട്ടി എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത KP രാമനുണ്ണിയുടെ കഥയാണ് അച്യുതമാമ. പണത്തിന് വില കൽപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആധുനിക മനുഷ്യൻ്റെ പ്രതീകമായി ഇവിടെ മാധവൻ മാറുന്നു. എന്നാൽ കുടുംബ ബന്ധങ്ങൾക്ക് അതീവ പ്രാധാന്യം നൽകുന്ന കഥാപാത്രമായി ഇവിടെ ആര് മാറുന്നു? നമ്മുടെ അച്യുതമാമ മാറുന്നു എന്ന് വ്യക്തം. ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാന ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താ മക്കളെ? പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതൻ മാമയെക്കുറിച്ചുള്ള ചിന്താപ്രജ്ഞയിൽ പ്രകാശം പാറ്റിയത്. അച്യുതമാമയെക്കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് കഥാനായകൻ പങ്കുവയ്ക്കുന്നത്? കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. പിറ്റേന്ന് അച്യുതമാമയുടെ ആദ്യം കാണാൻ പറ്റാണ്ട് അച്യുതമാമ പറഞ്ഞു വിട്ടില്ലേ, മാധവൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി. അപ്പോഴാണ് കുളിമുറിയിൽ വെച്ച് അച്യുതമാമയുമായിട്ടുള്ള പഴയ ഓർമ്മകൾ മാധവനെ തേടിയെത്തത്. അതെന്തൊക്കെയാണ് ഓർമ്മകൾ എന്നാണ് ചോദ്യം. നോക്കാം. അച്ഛനെ ഓർമ്മയില്ലാത്ത തനിക്ക് അച്ഛൻ്റെ കർത്തവ്യങ്ങൾ മുടങ്ങാതെ നിവർത്തിച്ചു തന്നയാൾ, അതാണ് അച്യുതമാമ അല്ലെ. അച്ഛൻ ആരാന്ന് ആർക്കും ഓർമ്മയില്ല, മാധവന് ഓർമ്മയില്ല. ഈ മാധവന് അച്ഛന് ഓർമ്മയില്ലാത്ത ഈ അവസ്ഥയിലാണ് അച്യുതമാമയെക്കുറിച്ച് ആര് ചിന്തിക്കുന്നത്? മാധവൻ ചിന്തിക്കുന്നത്. ഇത് കാണുന്ന ജീവിതത്തിലേക്ക് അച്ഛൻ്റെ സ്ഥാനത്തു നിന്നും കൈപിടിച്ച് താങ്ങായത് അച്യുതമാമയാണ്. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചപ്പോൾ തനിക്ക് താങ്ങായി, കൂട്ടായി, കരുതലായത് അച്യുതമാമയാണെന്ന് പറയുന്നു. ബാല്യത്തിൽ ഉത്സവമേറ്റിയതും താൻ തോളിൽ കയറിയാൽ കുതിരയായി മാറിയും അമ്പലപ്പറമ്പിൽ അമിട്ട് പൊട്ടും പോലെ ചിരിച്ചും തൻ്റെ ബാല്യകാല സന്തോഷങ്ങളിൽ ഒറ്റപ്പെടലിൻ്റെ വാതിലടച്ച് തനിക്ക് കൂട്ടായി തീർന്നതും അച്യുതമാമയാണ് അല്ലേ. തൻ്റെ ചെറുപ്പകാലത്തിലെ അച്ഛൻ മരിച്ചപ്പോൾ ഉത്സവത്തിന് കൊണ്ടുപോയത്, പൂരത്തിന് കൊണ്ടുപോയത്, തോളിലേറ്റി കുതിര കളിച്ചത് അല്ലേ, ഇങ്ങനെ കുതിര കളിച്ചത്, കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തന്നത്, തന്നെ ചിരിപ്പിക്കാൻ, തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമിട്ട് പൊട്ടും പോലെ ചിരിച്ചതൊക്കെ അച്യുതമാമയായിരുന്നു. ആ ഭൂതകാല ഓർമ്മകളിലേക്ക്, അച്യുതമാമയൊത്തുള്ള ഭൂതകാല ഓർമ്മകളിലേക്ക് ആര് പോവുകയാണ്? നമ്മുടെ മാധവൻ പോവുകയാണ്. പിന്നെന്താ പറയണ മക്കളെ? ഓണനാളുകൾ ബാല്യകാലത്തിൻ്റെ കുളിരോർമ്മകളാണല്ലോ. അവയ്ക്കെല്ലാം തൻ്റെ ജീവിതത്തിൽ വെളിച്ചം നിറച്ചത് അമ്മാമയാണ് എന്ന ഓർമ്മകൾ കഥാനായകനിൽ നിറയുന്നുണ്ട്. ബാല്യകാലത്തിൻ്റെ ഓർമ്മകളിൽ കഥാനായകൻ ഇങ്ങനെ ഇറങ്ങി ജീവിക്കുകയാണ്. അമ്മാവൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം അമ്മാമ്മ അനുഭവിച്ചു വന്ന ജീവിത ക്ലേശങ്ങളും മക്കളിൽ നിന്നും ലഭിക്കാതെ പോന്ന താങ്ങും തണലുമെല്ലാം അമ്മാമ്മയുടെ വരവിലൂടെ മാധവൻ്റെ ഓർമ്മകളിലേക്ക് തെളിയുന്നുണ്ട്. അങ്ങനെ ഭൂതകാലത്തിൽ തൻ്റെ കൂടെ ചേർന്നിരുന്നതും തന്നെ ചിരിപ്പിച്ചതും തന്നെ ചേർത്ത് പിടിച്ചതുമായ അച്യുതമാമയുമായുള്ള ഓർമ്മകളെ മാധവൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. തൻ്റെ ഓർമ്മകളിൽ വലിയൊരു സ്വപ്നം തീർത്ത അച്യുതമാമ എന്ന് പറയുന്നത് മാധവൻ്റെ ചിന്തകളിൽ വലിയൊരു സ്ഥാനം വഹിക്കുന്നത്. അങ്ങനെ ചെറുപ്പകാലത്തിൽ തന്നെ സ്നേഹിച്ച അച്യുതമാമയുടെ ഓർമ്മകളെയാണ് മാധവൻ ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം എന്താ മക്കളെ? നിനക്കതിന് ആവില്ല മാധവ, ഞാൻ കാണുന്നില്ല. അച്യുതമാമ ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താവും? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കും. അവസാനം ഞായറാഴ്ച കൊടുത്തല്ലോ അച്യുതമാമയ്ക്ക് മാധവൻ. അങ്ങനെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്ന് മാധവൻ എവിടെ കൊണ്ടുപോയി? ഓഫീസിൽ കൊണ്ടുപോയി. അപ്പം മാധവൻ പറയാണ്, അച്യുതമാമ ഞാൻ വേഗം വരാൻ പോകല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അച്യുതമാമ അവസാനമായിട്ട് പറയുകയാണ്, നിനക്ക് പറ്റില്ല എന്നോട് സംസാരിക്കാൻ.
ആ 2 മണിക്കൂർ തരാൻ എനിക്ക് പറ്റില്ല എന്ന് അച്യുതമാമ മാധവനോട് പറയാണ്. ആ ഒരു സന്ദർഭമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മാധവനെ കാണാൻ പല തവണ അച്യുതമാമ വരികയുണ്ടായി. അദ്ദേഹത്തിന് വേണ്ടത് മാധവൻ്റെ വെറും 2 മണിക്കൂറുകൾ മാത്രമായിരുന്നു. മാധവൻ്റെ ഒരു 2 മണിക്കൂറുകൾ മാത്രമായിരുന്നു അച്യുതമാമക്ക് വേണ്ടി വന്നത്. എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ തിരക്കിട്ട ജീവിതത്തിൽ 2 മണിക്കൂറുകൾക്ക്, അതായത് 120 മിനിറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അച്യുതമാമയ്ക്ക് കൊടുക്കാൻ 2 മണിക്കൂർ പോയിട്ട് 5 മിനിറ്റ് പോലും ആർക്കില്ല, മാധവനില്ല. ആ ഒരു തിരക്കേറിയ ജീവിതത്തിൻ്റെ പ്രതീകമായി ഈ ഒരു വസ്തുത കടന്നു വരുന്നു. തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ വരെ എണ്ണി തിട്ടപ്പെടുത്തി ചെയ്യുന്ന ആളാണ് മാധവൻ, അല്ലേ? തൻ്റെ പേഴ്സണലായ കാര്യം പോലും എണ്ണി തിട്ടപ്പെടുത്തി ചെയ്യുന്ന ആളാണ് മാധവൻ. ആ മാധവന് അച്യുതമാമയ്ക്ക് കൊടുക്കാൻ സമയമില്ല എന്ന് പറയുന്നു. തൻ്റെ ബാക്കി വരുന്ന സമയങ്ങളെല്ലാം മൊബൈൽ എന്ന ചെകുത്താൻ കവർന്നെടുക്കുന്നതായി കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ഫോണിലാണ് എൻ്റർടൈൻമെൻറ്റ് മൊത്തം, എൻജോയ്മെൻറ്റ് മൊത്തം. മൊബൈലും ഓഫീസും ജോലിയും പണവും, അതല്ലാതെ വ്യക്തിബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ രക്തബന്ധങ്ങൾക്കോ യാതൊരുവിധ വിലയും ആര് കൽപ്പിക്കുന്നില്ല? മാധവൻ കൽപ്പിക്കുന്നില്ല. ഒടുവിലൊരു ഞായറാഴ്ച അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു മാധവൻ. അവസാനം അച്യുതമാമയെ നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഒരു ഞായറാഴ്ച അച്യുതമാമയ്ക്ക് വേണ്ടി മാധവൻ മാറ്റിവെക്കുന്നു. ഫോൺ ഓഫാക്കി വെച്ചിട്ടും ലാൻഡ് ഫോണിൻ്റെ കാര്യം ഭാര്യയെ ചട്ടം കെട്ടിയിട്ടും അയാളുടെ തിരക്കുകളിൽ നിന്ന് ഒഴിയാൻ അയാൾക്ക് സാധിച്ചില്ല. ഫോൺ ഓഫാക്കി വെച്ചിട്ടും ലാൻഡ് ഫോൺ എടുക്കാൻ പാടില്ലെന്ന് ഭാര്യ ഓർമ്മിപ്പിച്ചിട്ടും ആ തിരക്കിൽ നിന്നും മാറി നടക്കാൻ ആർക്കും സാധിക്കുന്നില്ല, മാധവന് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നു. 2 മണിക്കൂറുകൾ പോലും തൻ്റെ അമ്മാമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനില്ലാത്ത മാധവൻ ഇന്നത്തെ തലമുറകളുടെ നേർക്കാഴ്ചയാണ്, അല്ലേ? 2 മണിക്കൂർ പോലും തൻ്റെ അമ്മാവന് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ലാത്ത മാധവൻ ആധുനിക സമൂഹത്തിൻ്റെ പ്രതിനിധിയായി കടന്നു വരുന്നു. തിരക്കേറിയ ജീവിതത്തിൽ തിരക്കേറി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബന്ധങ്ങളിൽ നിന്ന് അകലുക എന്നതിന് തെളിവായി മാധവൻ മാറുന്നു. ഒടുവിൽ തനിക്ക് പറയാനുണ്ടായിരുന്ന കഥകളെല്ലാം 2 വരിയിൽ ഒതുക്കുകയായിരുന്നു അമ്മാമ്മ, അല്ലേ? അവസാനം സഹി കെട്ട് അമ്മാമ്മ മാധവനോട് 2 വരിയിൽ ഒതുക്കുന്നു. ഏതാണ് ഇത്? നിനക്ക് അർഹതപ്പെട്ട 2 ലക്ഷം രൂപയാണ് തറവാട് സ്വത്ത് വിറ്റപ്പോൾ നിനക്കും നിൻ്റെ അമ്മക്കുമുള്ള ഓഹരി ഇവിടെ ചേർക്കുന്നു എന്ന് പറഞ്ഞല്ലേ? ഒത്തിരി കാര്യങ്ങൾ ചേർത്തും ഓർത്തും പറയുന്ന പഴയ തലമുറയുടെ പ്രതിനിധിയായ അമ്മാമ്മ ഒടുവിൽ കേൾവിക്കാരില്ലാത്തവർക്ക് മുന്നിൽ തൻ്റെ വാക്കുകൾ ചുരുക്കി ചെറുതാക്കി 2 വരികളിൽ ഒതുക്കുകയായിരുന്നു. അവസാനം എന്താണ്? ആരോടും സംസാരിക്കാൻ സമയമില്ലാത്ത മാധവൻ്റെ മുമ്പിൽ 2 വരികൾ 2 വാക്കുകളിൽ അച്യുതമാമ ഒതുങ്ങിപ്പോകുന്നു എന്ന് വ്യക്തം. അടുത്ത ചോദ്യം, 9 മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിനുള്ള ഡാറ്റ ഓഫീസിലെത്തും മുമ്പ് ഞാൻ വിഴുങ്ങേണ്ടതുണ്ട്, അല്ലേ? ആ ഓഫീസുകാരൻ ചെയ്യേണ്ടതുണ്ട്. ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ ചായ കുടിച്ചു തീരും മുമ്പേ കമ്പനി വണ്ടിയുടെ ഹോണിൽ കുരുങ്ങി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. സൂചനകൾ ശ്രദ്ധിച്ചല്ലോ, 2 സൂചന ശ്രദ്ധിച്ചല്ലോ. കഥാനായകന് കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? ഉണ്ട്. കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. നോക്കാം. അതെ, കഥാനായകന് ഒരു കുടുംബബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. കഥാനായകന് തൻ്റെ തിരക്കുകളുടെ അതിപ്രസരം മൂലം സ്വന്തം കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാനോ ജീവിതത്തിൻ്റെ ഒരു നേരങ്ങൾ പോലും ആസ്വദിക്കാനോ കഴിയുന്നില്ല എന്നതിനുള്ള തെളിവുകളാണ് കഥയിലുടനീളം കാണാൻ കഴിയുന്നത്, അല്ലേ? തൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ തൻ്റെ കൂടെയുള്ള ആൾക്കാരെ ചേർത്ത് നിർത്താനോ അവരോട് സംസാരിക്കാനോ ആർക്ക് സമയമില്ല? മാധവന് സമയമില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുകയല്ല, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണം കഴിക്കാനല്ല, വിഴുങ്ങാനാണ് ശ്രമിച്ചത്. അത്രയും സമയമില്ല. കാരണം ഭക്ഷണം വിഴുങ്ങിയാൽ മാത്രമേ ഓഫീസിൽ കോൺഫറൻസിനൊന്ന് എത്താൻ പറ്റൂ. ഈ വാക്യത്തിൽ നിന്നും തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കുകളുടെ ആഴം തിരിച്ചറിയാൻ കഴിയും. അത്രയും തിരക്കിട്ട ജീവൻ നയിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ പ്രതീകമാണ് മാധവൻ. കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇടങ്ങളും സമയവുമാണല്ലോ ഭക്ഷണ നേരങ്ങൾ. അവിടെ പോലും രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാനോ തൻ്റെ ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. തൻ്റെ ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കാനോ സംസാരിക്കാൻ ആർക്ക് കഴിയുന്നില്ല? മാധവന് കഴിയുന്നില്ല. അത്രയും തിരക്കേറിയ ജീവിതമാണ് മാധവൻ കൊണ്ടാടുന്നത്. തൻ്റെ ബാല്യത്തിൻ്റെ സന്തോഷങ്ങളുടെ ആണിക്കല്ലായ തൻ്റെ അമ്മാമ്മ നാളുകൾക്ക് ശേഷം വീട്ടിൽ എത്തിയതാണ്. അദ്ദേഹത്തിനോട് ചേർന്നിരിക്കാനോ കുശലം പറയാനോ അയാൾ സമയം കണ്ടെത്തിയില്ല, അല്ലേ? തൻ്റെ ബാല്യത്തിൻ്റെ സന്തോഷങ്ങളുടെ ആണിക്കല്ലായ തൻ്റെ അമ്മാമ്മ നാളുകൾക്ക് ശേഷം വീട്ടിൽ എത്തിയതാണ്. തൻ്റെ അമ്മാമ്മയോട് സംസാരിക്കാനോ അവരോട് ബന്ധം സ്ഥാപിക്കാൻ ആർക്ക് കഴിയുന്നില്ല? മാധവന് കഴിയുന്നില്ല. അദ്ദേഹത്തിനോട് ചേർന്നിരിക്കാനോ കുശലം പറയാനോ അയാൾ സമയം കണ്ടെത്തിയില്ല. അത്രയും തിരക്കിട്ട ജീവിതമാണ് മാധവൻ കൊണ്ടാടിയത്. നൈമിഷികമായ മനുഷ്യ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തെയോ ചുറ്റുപാടുകളെയോ കാണാനുള്ള കണ്ണുകൾ അയാൾക്കില്ലാതെ പോകുന്നു. തൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ, തൻ്റെ ബന്ധത്തിൽപ്പെട്ടവരെ കാണാനോ സംസാരിക്കാനുള്ള മനസ്സോ കഴിവോ മാധവനില്ല.
എന്ന തിരിച്ചറിവ് ആധുനിക സമൂഹത്തിൽ നഷ്ടമായി തുടങ്ങിയിരിക്കുന്നതിനുള്ള തിരിച്ചറിവ് നൽകുകയാണ് ഈ കഥ. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവ്, പരസ്പരം കാണാനുള്ള, ആസ്വദിക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, ബന്ധങ്ങളെ ചേർത്തു പിടിക്കാനുള്ള കഴിവ് നഷ്ടമായി കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കഥയാണ് നമ്മുടെ അച്യുതമാമ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിൽക്കുന്നത് പരസ്പരമുള്ള സംസാരത്തിലും കൂടിച്ചേരലിലുമാണ്. എന്നാൽ ഇന്ന് കാണുന്ന അണുകുടുംബങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ലഭിക്കാറുണ്ട്? ചർച്ച ചെയ്ത് പ്രതികരണം രേഖപ്പെടുത്തുക. അതായത് ഇന്നത്തെ അണുകുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഇന്നത്തെ കാലത്തെ എല്ലാ കുടുംബങ്ങളും അണുകുടുംബങ്ങളാണ് അല്ലേ? അവരും അണുകുടുംബങ്ങൾ, കൂട്ടുകുടുംബം മാറി, സ്മോൾ ഫാമിലിയായി മാറി, അണുകുടുംബങ്ങളായി മാറി. അച്ഛനും അമ്മയും മക്കളും മാത്രം. അച്ഛൻ, അമ്മ, മക്കൾ എന്നതിൽ ഒതുങ്ങുന്നു ബന്ധങ്ങൾ. അച്ഛനും അമ്മയും വിദ്യാസമ്പന്നരായാണ് എല്ലാ കുടുംബത്തിലും. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയും കുട്ടികൾക്ക് മികച്ച ജീവിത സാഹചര്യം നൽകുന്നതിനുമായി എല്ലാ മാതാപിതാക്കളും തൊഴിലിടങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അല്ലേ? കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അണുകുടുംബങ്ങളായി മാറുകയാണ് ഇന്നത്തെ കാലത്തിൽപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് തന്നെ എല്ലാവരും ദിവസവും തിരക്കിട്ട യാത്രകളിലും അവരുടേതായ പ്രവർത്തന മേഖലകളിലുമായിരിക്കും അവർ വ്യാപൃതരാവുക. അതുകൊണ്ട് തന്നെ പരസ്പരം കാണുവാനോ, സംസാരിക്കുവാനോ, ചിന്തിക്കുവാനോ, സല്ലപിക്കുവാനോ, നർമ്മങ്ങൾ പറയുവാനോ, ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുവാനോ, വൈകുന്നേരം ആസ്വദിക്കുവാനോ ഇന്നത്തെ തലമുറയിൽപ്പെട്ട അണുകുടുംബത്തിലെ ആൾക്കാർക്ക് സാധിക്കുന്നില്ല. തിരക്കുകൾ കൊണ്ട് പരസ്പരം കാണണോ പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ സമയം ലഭ്യമായെന്ന് വരില്ല. തിരക്കല്ല, എല്ലാവർക്കും കാണാനോ സംസാരിക്കാനോ സമയം കിട്ടുമെന്ന് വരില്ല. ഇനി ലഭിക്കുന്ന അധിക സമയങ്ങൾ ഫോണിലും സോഷ്യൽ മീഡിയകളിലുമായി ചിലവിടുകയുമായിരിക്കും ചെയ്യുക. അതായത് സമയം കിട്ടിയാലോ ആൾക്കാർ എന്താ ചെയ്യുക? ഫോണിലും സോഷ്യൽ മീഡിയയിലും സമയം ചെലവഴിക്കുന്നു. ആർക്കും ആരെയും കാണാനോ സംസാരിക്കാനോ വിശേഷങ്ങൾ പറയാനോ സമയമില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടക്കാതെ വരികയും മാനസികമായി അകൽച്ച ഉണ്ടാവുകയും മനസ്സിൻ്റെ സമ്മർദ്ദം കൂടി വരികയും ചെയ്യുന്നു. എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ഒന്നിലധികം കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും ഒഴിവ് സമയങ്ങൾ ഒരുമിച്ച് ചേരുകയും ചെയ്തിരുന്നു അല്ലേ? എന്നാൽ കൂട്ടുകുടുംബങ്ങളുള്ള കാലഘട്ടം എത്ര മനോഹരമായിരുന്നു നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അച്ഛനും അമ്മയും മക്കളും, പിന്നെ അമ്മൂമ്മയും, പിന്നെന്താണ് അച്ചാച്ചന്മാരും എല്ലാവരും കൂടി, മാമനും മാമിയും അവരുടെ മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കാലഘട്ടമായിരുന്നു പണ്ടത്തെ കൂട്ടുകുടുംബ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നോ ആർക്കും സമയമില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനോ കാര്യങ്ങൾ സംസാരിക്കുവാനോ സമയമില്ല എന്നും കൂടി നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ സാധിക്കണം. എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്ന കാലത്ത് ഒന്നിലധികം കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും ഒഴിവ് സമയങ്ങൾ ഒരുമിച്ച് ചേരുകയും ചെയ്തിരുന്നു. മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒഴിഞ്ഞ കുട്ടികളും ഒരുപാട് നന്മകളുള്ള ജീവിതാന്തരീക്ഷവുമാണ് ഈ കാലത്ത് ഉണ്ടായിരുന്നത് അല്ലേ? മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സ്നേഹവും സമാധാനവും ഐക്യവും പങ്കുവയ്ക്കലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ സ്നേഹവും സഹായവും നല്ല മനസ്സൊക്കെ അപ്രത്യക്ഷമായി എന്ന് പറയുന്നു. പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമല്ല. എങ്കിലും ഒരുമിച്ചിരിക്കേണ്ട നേരങ്ങൾ എല്ലാം തന്നെ വളരെ അനിവാര്യതയാണ് അല്ലേ? എന്നാൽ ഒരുമിച്ചിരിക്കേണ്ട നേരങ്ങൾ അനിവാര്യതയാണ് കൂടി നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ KP രാമനുണ്ണി എഴുതിയ നമ്മുടെ മനോഹരമായ കഥ അച്യുതമാമ ഇതിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരാം, ദുഃഖങ്ങളും കടന്നു വരാം, ജീവിതത്തിൽ തിരക്കുകൾ കടന്നു വരാം, പണത്തിന് പുറകെ നമ്മൾ സഞ്ചരിക്കാം. പക്ഷേ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചോണം കേട്ടോ. ഇതിന് മറ്റൊരു ചോദ്യം, കഥാപാത്ര നിരൂപണം വരാം കേട്ടോ. മാധവൻ ആധുനിക കാലത്തിൻ്റെ പ്രതീകമാണ് അല്ലടാ. പിന്നെയോ തിരക്കിന് പിന്നാലെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. വ്യക്തിബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ പ്രാധാന്യമില്ല. എല്ലാം പണം കൊണ്ട് മാത്രം കാണുന്നു. തിരക്കേറിയ ജീവിതത്തിൽ തൻ്റെ ഭാര്യയെയും കുട്ടിയെയും നോക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനോ സമയമില്ല. സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം ഭക്ഷണം കഴിക്കുന്നില്ല, വിഴുങ്ങ ചെയ്യുന്നേ, ഡോക്ടറെ കാണിക്കുന്നില്ല. ഇത്തരത്തിൽ തിരക്കേറിയ ജീവിതത്തിൻ്റെ പ്രതീകമായി മാധവൻ മാറുന്നു. എന്നാൽ അച്യുതമാമ കഥാപാത്ര നിരൂപണം വന്നാലോ സ്നേഹത്തിൻ്റെ പ്രതീകം, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്നു. പണത്തിന് പ്രാധാന്യം നൽകുന്നില്ല അല്ലേ? എല്ലാവരും സ്നേഹിക്കുന്ന വിശാല ഹൃദയൻ, പഴയ കാലത്തെ ആൾക്കാരുടെ നന്മയുടെ സഹാനുഭൂതിയുടെ പ്രതീകമായി അച്യുതമാമയും വരുന്നു. അപ്പം മക്കളെ, ക്ലാസ് സെറ്റല്ലേ? നിങ്ങൾ ഈ പാഠഭാഗം പഠിച്ചില്ലേ? ചോദ്യങ്ങളും പഠിച്ചില്ലേ? ഇപ്പം എക്സാമിന് ഈ പാഠഭാഗം വന്നാൽ അങ്ങ് ഉഷാർക്ക് മുന്തിരിങ്ങ കുസാർക്ക് നാരങ്ങ വെച്ച് കാച്ചുക അല്ലേ? നല്ല മാർക്ക് വാങ്ങുക, ഉഷാറായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.